ഇവിടെ ദുർമരണം നടന്ന കാര്യമൊന്നും തിരുമേനിക്കറിയില്ലല്ലോ. ചന്ദ്രോത്ത് വെച്ച് നടന്ന മീരയുടെ മരണം ആർക്കമ്മയുടെ അറിയാൻ പാടില്ലാത്തത്? ഞാനതിൻ്റെ ശരിയും തെറ്റൊന്നും പറയുന്നില്ല. എന്തായാലും നന്ദനൊന്ന് ശാന്തമായിട്ടുണ്ട്. സത്യം പറഞ്ഞ മീരയെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോ മുതൽ ഞാൻ പഴയ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അവളുടെ ഏറ്റവും വലിയ ശത്രു ഞാനായിരുന്നു. ദേവികയ്ക്ക് വേണ്ടി പാവം അവളെ ഞാൻ കുറെ എതിർത്തു, അവളോട് വഴക്കുണ്ടാക്കി. ഒന്നും വേണ്ടായിരുന്നു. രജനി, അതൊന്നും ഇനി പറയണ്ട. അതെ, ആ വിഷയം വിടാം. എനിക്കതങ്ങ് മറക്കാൻ പറ്റുന്നില്ല. നന്ദൻ മീരയായിരുന്നു വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. അതെങ്ങനെയാ? അവൻ സ്നേഹിച്ച പെണ്ണല്ലേ വിവാഹം കഴിക്കേണ്ടത്? ദേവിയെ അവനും തമ്മിൽ പരസ്പരം ഇഷ്ടമായി. അത് വിവാഹത്തിലെത്തി. അവനേറ്റവും യോജിച്ച കുട്ടിയാ ദേവിക. അതുപോലെ താലികെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന ആളായിരുന്നു കൂടുതൽ നന്നായിരുന്നു എന്ന് പറയുന്നതേ ശരിയല്ല. അച്ഛനത് ശരിയല്ല എന്നൊക്കെ തോന്നും. കാരണം അച്ഛനാണല്ലോ അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഞാനൊന്നും അമ്മയുടെ പക്ഷത്ത് നിന്നാ മതിയായിരുന്നു. ദേവിക്ക് അംഗീകരിക്കണ്ടായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ മീരയ്ക്ക് അകാലത്തിൽ മരിക്കേണ്ടിയും വരില്ലായിരുന്നു. മീര എങ്ങനെയാ മരിച്ചത്? അവൾക്ക് ആ സീരിയൽ നടനായിട്ട് ബന്ധമുണ്ടായിരുന്നു. കാര്യം ഗിരീഷിന്റെ കസിൻ ബ്രദറൊക്കെ ആയിരിക്കാം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. പ്രകാശ് മേനന്റെ കൂടെ എത്രയോ ദിവസം എവിടെയൊക്കെ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടവൾ. എല്ലാം മറച്ചു വച്ചിട്ടല്ലേ നന്ദനോട് അടുപ്പമുണ്ടാക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു നിന്റെ സഹോദരൻ കല്യാണം കഴിക്കണമെന്നായിരുന്നോ നീ പറയുന്നത്? അയ്യേ, സിദ്ധു, രജനി, എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? പൂജ കഴിഞ്ഞ ദിവസോ മീരയുടെ ആത്മാവ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അവളെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതെ, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തന്നെ 100 കൂട്ടമുണ്ട് തീരാൻ. അതിനിടയില ഇനി ജാമ്പവാന്റെ കാലത്ത് നടന്ന സംഭവങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഞാൻ ബഹളം ഉണ്ടാക്കോ ആരെ ആക്ഷേപിക്കോ ഒന്നുമല്ല. ദേവികേക്കാളും എന്തുകൊണ്ട് നല്ലത് മീരയായിരുന്നു. ഒന്നാമത് ദേവികയുടെ കുടുംബത്തിന് ക്വാളിറ്റി ഇല്ല. നിർത്തടി. നീ ദേവിയും പറയുന്ന പോരാഞ്ഞിട്ട് അവളുടെ കുടുംബക്കാരെ കൂടെ പറയുന്നോ? എന്നുമില്ല നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ വീട്ടുകാരെ കൂടെ പറഞ്ഞു തുടങ്ങിയത്. സർ വേണ്ട, രജനിയോട് ഞാൻ സംസാരിച്ചോളാം. അതെ, ഇതൊക്കെ ഗിരീഷും രജനിയും തമ്മിൽ സംസാരിച്ച് സമാധാനം കണ്ടുപിടിച്ചോളും. സിദ്ധു ഇടപെടണ്ട. അതെന്താ ഞാൻ ഇടപെട്ട? ഇവളെന്റെ മോളല്ലേ. തെറ്റ് പറഞ്ഞാൽ തിരുത്താനുള്ള കടമ അവകാശമുണ്ട്. സത്യവാ, അച്ഛന് കടമയെ അവകാശമുണ്ട്. അച്ഛന്റെ മകളായതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ അച്ഛൻ പറയുന്ന എല്ലാം അങ്ങ് അംഗീകരിച്ചു തരാൻ പറ്റില്ല. അച്ഛൻ ദേവിക എടുത്ത് തോളിൽ വച്ചത് മുതലാ അവൾ ഒരു അഹങ്കാരിയായി മാറിയത്. അച്ഛനാ അതിന് ഉത്തരവാദി. നന്ദൻ ഇങ്ങനൊരു പിടിപ്പ് കെട്ടവനായതും അവൾ MLA ആയത് മുതലാ. അച്ഛനെ അവളെ മത്സരിപ്പിച്ച് ഈ സ്ഥാനത്ത് എത്തിച്ചത്. ഞങ്ങൾ എങ്ങനെ പോയാലും അച്ഛന് കുഴപ്പമില്ല. അച്ഛന്റെ മരുമകൾ തലയെടുത്ത് നിൽക്കണം. എന്റെ കഴിവിൽ അച്ഛന് വിശ്വാസമില്ല. അതുകൊണ്ടാ അച്ഛൻ എന്നെ MLA ആക്കാത്തത്. അച്ഛനൊരു സ്വാർത്ഥനാ. സിദ്ധു, സിദ്ധു ഇതെന്താ ഈ കാണിച്ചേ? സിദ്ധുവിനാണ് ഇപ്പൊ ബാധ കൂടിയത്. എന്താ സിദ്ധു ഇത്? ഞാൻ പറഞ്ഞേക്ക് ശരിയാണെന്ന് അമ്മയ്ക്ക് ഇപ്പം മനസ്സിലായില്ലേ? മോളെ,
നീ തീരെ അവഹേളിച്ചപ്പം എന്റെ നിയന്ത്രണം വിട്ടുപോയി. രജനി വാ നമുക്കിറങ്ങാം. ഗിരീഷേ, ഉടനെ ഇറങ്ങണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോവാം. വേണ്ട വേണം, ഞങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോളാം. പിടിക്കേ. അല്ല ഗിരീഷേ, സാർ, രജനി സാറിന്റെ മകളാന്നുള്ളതൊക്കെ ശരിയാ, പക്ഷേ ഇവളെന്റെ ഭാര്യയാ. എന്റെ മുന്നിൽ വെച്ച് എന്റെ ഭാര്യയെ തല്ലുന്നത് എന്തോ എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. അല്ല, ഇനിയിപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. രജനി സാറിന്റെ മകളാന്നുള്ളതും മാറ്റി നിർത്താം. ഇവിടെ ഒരു പെണ്ണല്ലേ. മസിൽ പവർ വെച്ചൊരു പെണ്ണിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. രജനി പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ കാര്യം. അതിനെ നേരിടുന്നത് തല്ലി ഒതുക്കിയിട്ടാവാൻ പാടില്ല.